എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 32 മുതൽ 35 വരെയുള്ളതായ തിരുവചനങ്ങൾ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. സാമുവേൽ മോറിസ് ആഫ്രിക്കയിൽ നിന്ന് കപ്പൽ കയറി 5 മാസങ്ങൾക്ക് ശേഷമാണ് ന്യൂയോർക്കിൽ എത്തിച്ചേർന്നത്. ഇതിനിടയിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങളും പ്രതികൂലങ്ങളും മോറിസിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. തന്നോടുകൂടെ യാത്ര ചെയ്തിരുന്ന പലരും കൊല ചെയ്യപ്പെട്ടു. അവരുടെ മൃതശരീരങ്ങൾ കടലിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടപ്പോൾ സാമുവേൽ കണ്ണീരൊഴുക്കി. അടിപിടിയും ലഹളകളും ഇതിനിടയിൽ പലതവണ നടന്നു. മോറിസിനെ കൊല്ലുവാൻ ശ്രമിച്ചവരുമുണ്ടായിരുന്നു. ഭക്ഷണം കിട്ടാത്ത സന്ദർഭങ്ങളും നിരവധിയായിരുന്നു. ന്യൂയോർക്ക് തുറമുഖം മോറിസിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം അത്യധികം സന്തോഷിച്ചു. തനിക്ക് നേരിട്ട കഠിനാധ്വാനവും കഷ്ടപ്പാടുകളും പാടെ മറന്നു. കപ്പലിൽ ഉണ്ടായിരുന്നവർ തനിക്ക് നല്ലൊരു യാത്രയയപ്പാണ് നൽകിയത്. മോറിസിന് ഷൂസും സ്യൂട്ടും അവർ വാങ്ങിക്കൊടുത്തു. മോറിസിനെ കൊല്ലുവാൻ ശ്രമിച്ച ആഫ്രിക്കക്കാരനും അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. സമൃദ്ധമായ ഒരു ജീവിതത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഇടവേളകളിൽ പട്ടിണി കിടക്കേണ്ടി വന്നാൽ അതൊരിക്കലും അവരിൽ നിരാശ ഉളവാക്കുകയില്ല. സന്തോഷത്തിൻ്റെ തീരത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ യാത്രക്കിടയിൽ വന്നു ചേരുന്ന ദുഃഖത്തിൻ്റെ അവസ്ഥകൾ അവരെ ഒരിക്കലും താളടിയാക്കുകയില്ല. പ്രതികൂലങ്ങളില്ലാത്ത ഒരു അവസ്ഥയെ പ്രത്യാശയോടെ നോക്കി കാലടികൾ വയ്ക്കുന്നവർക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവരെ പിന്തിരിക്കുകയില്ല. അവർ എത്തിച്ചേരുവാൻ പോകുന്ന തീരത്ത് സന്തോഷവും സമൃദ്ധിയും അനുകൂല സാഹചര്യങ്ങളും അവരെ നോക്കി മാടി വിളിക്കുന്നു എന്നതാണ് അവരിൽ പ്രത്യാശ ഉളവാക്കി തീർക്കുന്ന മുഖ്യ ഘടകം. നിത്യകാലം അനുഭവിക്കുവാൻ പോകുന്ന സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന ദുർഘടഘട്ടങ്ങൾ വളരെ ലഘുവായി തോന്നാൻ അവരെ പ്രേരിപ്പിക്കും. പൗലോസ് അപ്പോസ്തലൻ താൻ ശരീരത്തിലിരിക്കുമ്പോൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ക്രിസ്തീയ ജീവിതത്തിൽ താൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ്. ഇത്രമാത്രം കഷ്ടങ്ങൾ സഹിക്കേണ്ടതായി വന്നത് സ്വർഗീയമായ ഒരു കൂടാരത്തെ മുന്നിൽ കണ്ടതുകൊണ്ടായിരുന്നു. ആകയാൽ തനിക്ക് നേരിട്ട എല്ലാ പീഡകളെയും പൗലോസ് കണ്ടത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങളായി മാത്രമാണ്. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടേതായ ജീവിതത്തിൽ വരുന്നതായ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതുപോലെ പലവിധമായ നഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഇതൊന്നും നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുവാൻ പാടുള്ളതല്ല. യേശു കർത്താവിനെ നിങ്ങൾ നോക്കിക്കൊണ്ട് യേശു കർത്താവിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കർത്താവിനെ ലക്ഷ്യമാക്കി നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ പോരാട്ടങ്ങളോ നിങ്ങൾക്ക് അത് ഒരു തടസ്സമായി ഒരിക്കലും തോന്നുകയില്ല. അതൊരിക്കലും തടസ്സമായി മാറുകയില്ല. കാരണം നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ നോട്ടവും സർവശക്തനായ ദൈവത്തിലാണ്. ആയതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടേതായ ജീവിതത്തിൽ ഒരു തളർച്ചയോ പതർച്ചയോ വീഴ്ചയോ തകർച്ചയോ ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല. ആയതിനാൽ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ജീവിതത്തിൻ്റെ മുന്നിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നിരുന്നാലും, ഏതെല്ലാം പോരാട്ടങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് കടന്നു പോകേണ്ടി വന്നിരുന്നാലും, എന്തെല്ലാം കഷ്ടതകളിൽ നിങ്ങൾ അകപ്പെട്ടു പോയാലും പതറിപ്പോകരുത്. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ലക്ഷ്യത്തിൽ എത്തുവോളം ധൈര്യമായി നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹായിക്കും. ആമേൻ, ആമേൻ.